സുഗമാദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഋഷീനെ അരുന്ധതിയും CPയും കൂടി ദുബായിക്ക് പറഞ്ഞു വിടുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ അരുന്ധതിയും CPയും മാറി മാറി പറഞ്ഞിട്ടും ഋഷിയാണെങ്കിൽ അത് അംഗീകരിക്കണില്ല. ആ സമയത്ത് അരുന്ധതി ആണെങ്കിൽ കെവിനെയും ഇസബല്ലേനെയും വിളിച്ചു വരുത്തിയിട്ട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഋഷീനെ ഇവിടുന്ന് മാറ്റണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പമാവും. നന്ദന എവിടെയാണെന്ന് ഇതുവരെ നമുക്ക് ഒരു അറിവുമില്ല. നിങ്ങൾ ഇനിയും ഋഷിയെ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടെങ്കിൽ കേസ് വലിയ രൂക്ഷമായിട്ട് വരും. പിന്നെ നമ്മളെല്ലാവരും അകത്ത് പോകേണ്ടി വരും. ഇത് നിസ്സാര കേസൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഋഷിയെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതിയെന്ന്. അങ്ങനെ ഇസബല്ലയും കെവിനും കൂടെ ചേർന്ന് ഋഷിയോട് പറയുന്നുണ്ട്, ഋഷി നീ അമ്മ പറയുന്നത് കേൾക്ക്, ഇവിടുന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്ക്, നീ പോയതിന് ശേഷം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുമ്പം അതെങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ച് ഋഷി ദേഷ്യം പറഞ്ഞ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ നന്ദനെ കണ്ടെത്തുകയും ചെയ്തോളാം, നീ എന്തായാലും സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും പോയി നിൽക്ക്, ഇല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളാവും എന്ന് പറയുമ്പോൾ ഈ ഋഷിയാണെങ്കിൽ മനസ്സോടെ പോകാതെ സമ്മതിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയാണ്. ദേവികയാണെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. നന്ദൻ ദേവികയുമായിട്ട് സംസാരിച്ചതും ദേവിക MLA ആവാൻ പോണതിനെ കുറിച്ചൊക്കെ സന്തോഷത്തോടുകൂടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ഷാരികയാണെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ കിടക്കാത്ത, ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല ഷാരി, ഉറക്കം വന്നില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് ആലോചിച്ച് നടന്നതാന്ന് പറയുമ്പോൾ ഷാരിക പറയുന്നുണ്ട്, ചേച്ചി ഇപ്പോൾ ആലോചിക്കുന്നത് നന്ദേട്ടനെ കുറിച്ചല്ലേ, എനിക്കതറിയാം, എന്തായാലും ചേച്ചി ഇനി പഴയ ദേവിക ആവാൻ നിൽക്കണ്ട, ഇപ്പോൾ ചേച്ചി വ്യക്തമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം കൊണ്ട് നന്ദേട്ടനും പ്രഭയാൻ്റെയും ചന്ദ്രോത്തുള്ളവരെല്ലാവരും ചേച്ചിയെ ബഹുമാനിക്കുന്നുണ്ട്. നന്ദേട്ടനൊരു പ്രശ്നം വന്നപ്പം ചേച്ചി നന്ദേട്ടൻ്റെ ഒപ്പം കട്ടയ്ക്ക് തന്നെ നിന്ന് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് കൂടെ തന്നെ നിന്നു. ചന്ദ്രോത്തുകാരെയും ചേർത്ത് നിർത്തി. അത് മതി, അല്ലാതെ ഇനി നന്ദേട്ടൻ്റെ പുറകെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന ദേവിക ആവണ്ടാന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഇല്ല, ഇനി ഞാൻ ഒരിക്കലും സ്നേഹത്തിന് വേണ്ടി ആരുടെയും മുന്നിൽ കരയാൻ പോവില്ല, പിന്നെ ജീവിതമല്ലേ, കരച്ചിലും ചിരിയൊക്കെ ഉണ്ടാവും, അതോർത്തൊന്നും നീ ടെൻഷൻ ആവണ്ട, ഇനി നീ പഴയ ദേവിയേച്ചീനെ അല്ല കാണുന്നത്, പുതിയൊരു ദേവിയേച്ചീനെ ആയിരിക്കും, അതുകൊണ്ട് നീ പോയി കിടന്നോന്ന് പറയുമ്പോൾ ഷാരിക പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് സമാധാനമായി, എന്തായാലും ഞാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് പോയി കിടക്കാൻ പോവാം, ചേച്ചിയും വന്ന് കിടക്കുന്നും പറഞ്ഞ് ഷാരിക പോകുന്നുണ്ട്. ഷാരിക പോയി കഴിഞ്ഞതും ദേവികയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ എടുത്ത് നോക്കിയതും എസ്തപ്പാൻ ചേട്ടനാണല്ലോ എന്നും പറഞ്ഞ് ദേവിക ഫോൺ എടുത്തിട്ട്, എന്താ എസ്തപ്പാൻ ചേട്ടാ, എന്താ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ മോള് തിരക്കിലാണോ എന്ന് ചോദിക്കണോ, ഇല്ല ചേട്ടൻ എന്താണെങ്കിലും പറഞ്ഞോ എന്ന് പറയുമ്പം അത് നന്ദമോന് ചെറിയ പനിയുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യണേ, ആസ്പത്രി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, പനി ചെറുതായിട്ടാണുള്ളൂ, നല്ല പനിയുണ്ടോ എന്ന് ചോദിക്കുമ്പം ആദ്യം ചെറുതായിട്ടാണ് തുടങ്ങിയത്, പിന്നീട് അടുത്ത് കൂടി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, മരുന്ന് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട്, എന്തായാലും ആസ്പത്രി കൊണ്ടുപോകാനൊന്നും നിൽക്കണ്ട, ഞങ്ങൾ രാവിലെ തന്നെ വരാം, ചേട്ടനിപ്പോൾ ഫോൺ വെച്ചോ എന്നും പറഞ്ഞ് അങ്ങനെ എസ്തപ്പാൻ ഫോൺ വെച്ചതും ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥിന് വിളിച്ച് വിവരം പറയുന്നുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥൻ ദേവികയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രഭാവതി അങ്ങോട്ട് വരുന്നുണ്ട്. പ്രഭാവതി വന്നിട്ട്, എന്താ സിദ്ധു, നന്ദന എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം നന്ദന് ചെറിയൊരു ജലദോഷപ്പനി, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല, എന്നിട്ടെന്താ ദേവിക എന്നോട് പറയാതിരുന്നത്, അങ്ങനെയാണെങ്കിൽ ഞാനും ദേവികയുടെ കൂടെ നന്ദനെ കാണാൻ പോകുമായിരുന്നല്ലോ എന്ന് പറയുമ്പം തനിക്കിത് എന്താ പറ്റിയ പ്രഭ, അത്ര വലിയ കാര്യമുള്ള അസുഖമൊന്നുമില്ല, ചെറിയൊരു ജലദോഷപ്പനി, അത് എല്ലാവർക്കും വരണതല്ലേ, അത്രേ ഉള്ളൂ, എന്തായാലും ദേവിക പോയി മരുന്നൊക്കെ കൊടുത്തിട്ട് വന്നോളും, അത് കഴിഞ്ഞ് പനി മാറിയിട്ട് നന്ദനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, നന്ദൻ്റെ ഒപ്പം ദേവിക ഇങ്ങോട്ട് വരൂലേ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് പ്രഭ ചോദിക്കുന്നുണ്ട്, എന്താ സിദ്ധു ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം, ദേവിക എന്തായാലും ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലാന്ന്. പിന്നീട് കാണിക്കുന്നത് ദേവികയും ഗിരീഷിനും കൂടി പോകാണ്. ആ സമയത്ത് ദേവിക ഗിരീഷിനോട് ചോദിക്കുന്നുണ്ട്, ഗിരീഷ് ചേട്ടന് ബുദ്ധിമുട്ടായോ ഈ ഒരു യാത്ര എന്ന് ചോദിക്കുമ്പം എന്ത് ബുദ്ധിമുട്ട്, എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറയുമ്പം അല്ല, ഒരുപാട് ദൂരം ഉണ്ടല്ലോ, മുരളി ചേട്ടന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഗിരീഷ് ചേട്ടനെ വിളിച്ചതെന്ന് പറയുമ്പോൾ ഗിരീഷ് പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് MLAയുടെ തിരക്കൊന്നുമില്ല, അതിലും കുറഞ്ഞ തിരക്കേ ഉള്ളൂ, പിന്നെ നന്ദനെ കാണാൻ പോകാനല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലേനെയും കെവിനെയാണ്. ഇസബല്ലയാണെങ്കിൽ കെവിനോട് ചോദിക്കുന്നുണ്ട്, കെവിനെ അവർ മനഃപൂർവ്വം ഋഷിയെ ഇവിടുന്ന് പറഞ്ഞു വിടണതാ, അവസാനം എല്ലാ കുറ്റവും നമ്മുടെ തലയിലാവും, നമ്മളെ തേച്ചൊട്ടിക്കാൻ അവർ നോക്കണേന്ന് പറയുമ്പം കെവിൻ പറയുന്നുണ്ട്, ഇല്ല ബെല്ല, അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പം നിനക്കത് മനസ്സിലാവാൻ ചേട്ടാ, അവരുടെ സംസാരത്തിൽ നിന്നും എനിക്കതെല്ലാം മനസ്സിലായി, അവർ ഋഷിയെ സേഫാക്കാൻ നോക്കണതാ, എന്തായാലും അവസാനം നന്ദനെ കാണാതായതിൻ്റെ
കുറ്റം മുഴുക്കാൻ നമ്മുടെ തലയിലേക്ക് കെട്ടിവെക്കും. നന്ദൻ എവിടെയാണെന്ന് അവർക്ക് അറിയാം. ആ സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട്, നേരാണോ ബെല്ല, അവർക്കത് അറിയോ? എന്തായാലും ഇപ്പോൾ ബെല്ല പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്കും അവരുടെ കാര്യത്തിൽ കുറച്ച് സംശയമൊക്കെ തോന്നുന്നുണ്ട്. ആ സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട്, ഋഷിയെ അവർ മിക്കവാറും ഇവിടുന്ന് മാറ്റാനൊന്നും സാധ്യതയില്ല. അവർ നമ്മളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടായിരിക്കും ഋഷിയെ ദുബായിക്ക് വിടുകയെന്ന് പറഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിൽ അവർ ഋഷിയെ കൂടെ നിർത്താനേ ശ്രമിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഋഷി കയറിപ്പോയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എയർപോർട്ടിലൊക്കെ ചെന്ന് അന്വേഷിക്കണം എന്ന് പറയുമ്പം കെവിൻ പറയുന്നുണ്ട്, നമ്മൾ നേരിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവൂലേ, എന്തായാലും നമുക്ക് മാറി നിന്ന് അന്വേഷിച്ചാൽ പോരെയെന്ന് ചോദിക്കുമ്പം എയർപോർട്ടിൽ എൻ്റെ ആളുകളുണ്ട്, ഋഷി പോകുന്ന ഫ്ലൈറ്റും ടിക്കറ്റ് നമ്പറും എല്ലാം കൂടി നീ അവർക്ക് അയച്ചു കൊടുത്താൽ മതി, അവരതെല്ലാം നോക്കി നമുക്ക് വിവരം തന്നോളും. ഇനിയിപ്പോൾ ഋഷിയെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് പണി തരാനാണ് അവർ നോക്കണമെങ്കിൽ അവരെ ഞാൻ തീർത്ത് കളയൂന്ന്. ആ സമയത്ത് കെവിനാണെങ്കിൽ ഇങ്ങനെ ഭയത്തോടുകൂടി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയും ഗിരീഷും കൂടി എസ്തപ്പാൻ്റെ വീട്ടിലേക്ക് ചെല്ലാണ്. ആ സമയത്ത് വണ്ടിയുടെ ഒച്ച കേട്ടതും എസ്തപ്പാൻ വേഗം തന്നെ ഇറങ്ങി വന്നിട്ട് ആ ദേവിക മോള് വന്നൂലോ, നന്ദൻ ദേവിക മോളെ കാത്ത് നിൽക്കുകയെന്ന് പറയുന്നു. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, നന്ദുവിനിപ്പോൾ എങ്ങനെയുണ്ട് എസ്തപ്പാൻ ചേട്ടാന്ന് ചോദിക്കുമ്പം പനിയുണ്ട്, നല്ല പനി തന്നെയുണ്ട്, ആസ്പത്രി കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യം അല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയില്ല. പിന്നെ കഷായവും അതും ഇതൊക്കെ കൊടുത്തു, കഞ്ഞി കൊടുത്തിട്ടും വലിയ കാര്യമായിട്ട് കുടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ എസ്തപ്പാനും ദേവികയും ഗിരീഷും കൂടി അകത്തേക്ക് കയറി വരുന്ന സമയത്ത് നമ്മളുടെ നന്ദനൊക്കെ ആണെങ്കിൽ ആ ചേട്ടത്തി ചായ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നന്ദന അത് കുടിച്ചിട്ട് പറയുന്നുണ്ട്, ഇതിന് ഭയങ്കര കയ്പാണ്, എനിക്കിതൊന്നും വേണ്ടാന്ന് പറയുമ്പം അത് മരുന്നല്ലേ, നന്നായിട്ട് കുടിക്കുക, എന്നാലേ പനി മാറുള്ളൂ എന്ന് പറയുമ്പം എനിക്ക് ദേവിയെ കാണണം എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ നമ്മളുടെ ദേവിയെ അങ്ങോട്ട് ചെന്നതും നന്ദുവിന് എങ്ങനെയുണ്ട് നന്ദു, എനിക്ക് കുഴപ്പമൊന്നുമില്ല ദേവി, എനിക്ക് ദേവിയെ കാണാഞ്ഞിട്ടുള്ള വിഷമമാണെന്ന് പറയുമ്പം ദേവിക വേഗം തന്നെ നന്ദൻ്റെ നെറ്റിയിൽ കൈവച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട്, നന്ദുവിന് നല്ല പനിയുണ്ട്, ഇനി എന്ത് ചെയ്യും, ആസ്പത്രി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, എന്തായാലും ഞാൻ ഡോക്ടറോട് വിളിച്ച് പറഞ്ഞ് മരുന്നും കൊണ്ടാണ് വന്നേക്കണേ, ആദ്യം നന്ദു മരുന്ന് കഴിക്കുമെന്ന് പറയുമ്പം എനിക്ക് മരുന്നൊന്നും വേണ്ട, എന്തായാലും ദേവി ഇത്തിരി നേരം ഇവിടെ ഇരുന്നാൽ മതി, എനിക്ക് ദേവിയായിട്ട് കുറച്ച് നേരം സംസാരിക്കണം എന്ന് പറയണു. അത് കേട്ടതും ഗിരീഷ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഭാര്യയും ഭർത്താവും സംസാരിക്കട്ടെ, നമുക്ക് പുറത്തേക്ക് പോകാമെന്നും പറഞ്ഞ് അവർ പുറത്തേക്ക് പോകുമ്പം ഈ ദേവികയാണെങ്കിൽ അവരോട് പറയുന്നുണ്ട്, അമ്മച്ചി നന്ദുവിന് ഇത്തിരി കഞ്ഞി എടുത്തോ, കഞ്ഞി കൊടുത്തിട്ട് മരുന്ന് കൊടുക്കാം, പിന്നെ പനിയൊക്കെ മാറിക്കോളൂ എന്ന്. അങ്ങനെ ദേവിക അടുത്തിരുന്നതും നന്ദു ആണെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുക ദേവി എന്ന് പറഞ്ഞിട്ട് ദേവികയ്ക്കാണെങ്കിൽ നന്ദനോട് സംസാരിക്കാൻ വിഷയങ്ങളൊന്നുമില്ലാതെ ദേവിക അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദൻ വീണ്ടും വീണ്ടും ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ദേവിക അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയണില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയും സി പിന്നെയാണ്. അരുന്ധതിയാണെങ്കിൽ ഒരു കവറിൽ നിന്ന് കുറച്ച് പേപ്പറുകൾ എടുത്തിട്ട് സി പിയോട് പറയുന്നുണ്ട്, അവനക്ക് പോകാനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, ഋഷി പോണത് വരെയും സി പിയുടെ ശ്രദ്ധ വേണം, എയർപോർട്ടിലേക്ക് പോണ വഴിക്കൊന്നും ആരുടെയും കണ്ണിൽപ്പെടരുത്, ഇനിയിപ്പോൾ നന്ദൻ്റെ സുഹൃത്തുക്കളുടെയോ ചന്ദ്രോത്തുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും കണ്ണിൽ ഋഷി പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകുമെന്ന് പറയുമ്പം ഈ സി പി പറയുന്നുണ്ട്, അതൊന്നും പേടിക്കണ്ട മേഡം, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, ഋഷിമോനെ എയർപോർട്ടിൽ കൊണ്ടുപോയി ആക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ മേഡം ടെൻഷൻ ആവണ്ട, അതെല്ലാം ഞാൻ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാം. ആ സമയത്ത് ഋഷി ഇറങ്ങി വന്നതും അരുന്ധതി പറയുന്നുണ്ട്, നിനക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി, എന്തായാലും ഫുൾ ഡ്രസ്സൊന്നും കൊണ്ടുപോകണ്ട, കുറച്ച് ഡ്രസ്സ് കൊണ്ടുപോയാൽ മതി, ബാക്കി ഡ്രസ്സ് അവിടെ ചെന്ന് വാങ്ങാമെന്ന് പറയുമ്പം ഋഷി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഈ നാട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ചിട്ടില്ല, ഞാൻ ഈ നാട്ടിൽ തന്നെ നിൽക്കണുള്ളൂ എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. സമയത്ത് ഋഷിയാണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ പറയുന്നുണ്ട്, നാട്ടിലെ ജയിലിലല്ലേ, അത് കുഴപ്പമില്ല, ഞാൻ കിടന്നോളാം, എന്തായാലും ഈ സമയത്ത് ഞാനിവിടെ നിന്ന് മാറി നിൽക്കാനും ഉദ്ദേശിക്കണില്ല. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, നീ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എത്ര വലുതാണെന്ന് നിനക്കറിയില്ല, എന്തായാലും ആ പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കാനായിട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുക, ഇനി നീ പോയില്ലെങ്കിൽ എന്നെ നീ ജീവനോടെ കാണില്ല, എന്തായാലും നീ മാത്രമല്ല കുടുങ്ങാൻ പോണത്, ഞങ്ങളെല്ലാവരും കുടുങ്ങുമെന്ന് പറയുമ്പോൾ സി പി പറയുന്നുണ്ട്, മോനെ അത് മേഡം പറഞ്ഞത് നേരെ, ഈ പ്രശ്നം കേസായിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അറസ്റ്റിലാവണത് മേഡമായിരിക്കും. ആ സമയത്ത് ഋഷി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അമ്മ അറസ്റ്റിലാവണേന്ന് ചോദിക്കുമ്പോൾ ഇത് ക്രിമിനൽ ഗൂഢാലോചന എല്ലാവരും കൂടി ചേർന്ന് നടത്തിയിരിക്കുന്നത്, അതുകൊണ്ട് മേഡത്തിനെ പോലീസ് ജീപ്പ് വന്ന് അറസ്റ്റ് ചെയ്ത് കയറ്റി കൊണ്ടുപോകുന്നത് മോനക്ക് കാണണോ, ഇല്ലെങ്കിൽ മോൻ മേഡം പറയണത് കേൾക്കുന്നു. ആ സമയത്ത് ഋഷിയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഇനി ഈ കേസിൻ്റെ പുറകെ എന്നെ അറസ്റ്റ് ചെയ്യാനെങ്ങാനോ ആരെങ്കിലും വന്നാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല, ഞാൻ വല്ല ആത്മഹത്യയും ചെയ്യും, അതുകൊണ്ട് നീ ഒരു കാര്യം തീരുമാനിച്ചോ, എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോകണം, സി പി നിന്നെ എയർപോർട്ടിലാക്കി തരും, അത് കഴിഞ്ഞിട്ട് നീ അവിടെ ചെന്ന് സെറ്റിലായി കഴിയുമ്പോൾ തന്നെ
2 ആഴ്ച വരെ നീ അവിടെ നിന്നാൽ മതി, അപ്പോഴേക്കും അമ്മ അങ്ങോട്ട് എത്തിക്കോളാം, അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീർക്കണം, ഇല്ലെങ്കിൽ ചന്ദ്രോത്തുകാർ നമ്മളെ വെറുതെ വിടില്ല എന്ന്. ആ സമയത്ത് ഋഷിയാണെങ്കിൽ എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് അവസാനം ഈ പോകാമെന്ന് തന്നെ സമ്മതിക്കുന്നുണ്ട്. ആ സമയം CPക്ക് ആണെങ്കിൽ നല്ല സമാധാനത്തോടു കൂടി അരുന്ധതിയോട് പറയുന്നുണ്ട്, എന്തായാലും ഋഷിമോൻ എല്ലാം സമ്മതിച്ചല്ലോ, ഇനി മേഡത്തിന് സമാധാനമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അരുന്ധതി ആശ്വാസമായതുപോലെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നമ്മളുടെ ഋഷി എയർപോർട്ടിലേക്ക് പോണ വഴിക്ക് തന്നെ മിക്കവാറും ഋഷീനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. അതുമാത്രമല്ല, നന്ദനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പം നന്ദൻ ദേവികയുടെ കൂടെ ഉണ്ടെന്നുള്ള വിവരം മറ്റുള്ളവരെ അറിയുകയും ചെയ്യുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.